നമസ്കാരം. ചെറുപുഴ പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥിയുടെയും ലിസ്റ്റ് ഏകദേശം ധാരണയായിരിക്കുകയാണ്. ചെറുപുഴ പഞ്ചായത്തിലെ 2-ാം വാർഡ് ചെറുപുഴ ടൗണിൽ നിന്നുമാണ് ഇക്കുറി അവർ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ രംഗത്തിരിക്കുന്നത്. 2-ാം വാർഡിൽ ഇക്കുറി മത്സരിക്കുന്നത് ലളിതാ ബാബുവാണ്. മുൻ പഞ്ചായത്ത് മെമ്പറാണ്. അതുപോലെ തന്നെ പാടിയോട്ടിച്ചാൽ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ലളിതാ ബാബു മഹിളാ കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്ന ചെറുപുഴ 2-ാം വാർഡിൽ നിന്നുമാണ് ലളിതാ ബാബുവിനെയാണ് ഇക്കുറി മത്സരരംഗത്തിറക്കുന്നത്. അതുപോലെ തന്നെ 3-ാം വാർഡിൽ മുൻ പഞ്ചായത്ത് അംഗം KD പ്രവീണാണ് മത്സരിക്കുന്നത്. അതുപോലെ 4-ാം വാർഡിൽ നിന്നും മുൻ പഞ്ചായത്ത് മെമ്പർ തന്നെയാണ് അവിടെയും ഇക്കുറി മത്സരരംഗത്തിറക്കുന്നത് കൃഷ്ണൻ പള്ളിക്കരയാണ് 4-ാം വാർഡിൽ മത്സരിക്കുന്നത്. അതുപോലെ 5-ാം വാർഡിൽ ഷാൻഡി ജോർജിനെയാണ് ആദ്യം കോൺഗ്രസ് തീരുമാനിച്ചെങ്കിലും പിന്നീട് ആ പേരിൽ ഒരു ചെറിയ മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോൾ പരിഗണിക്കുന്നത് ഉഷ മുരളിയാണ്. മഹിളാ കോൺഗ്രസ് നേതാവും മുൻ പഞ്ചായത്ത് അംഗവുമായ ഉഷ മുരളിയാണ് 5-ാം വാർഡിൽ പരിഗണിക്കുന്നത്. റോജിയാണ് മഹിളാ കോൺഗ്രസിന്റെ നേതാവ്. റോജിനെ പരിഗണിക്കാനാണ് ഇപ്പോൾ 6-ാം വാർഡിൽ ഒരു നീക്കം നടക്കുന്നത്. അതുപോലെ തന്നെ 7-ാം വാർഡിൽ ഇക്കുറി മത്സരിക്കാൻ കോൺഗ്രസ് പരിഗണിക്കുന്ന പേര് മറിയാം മാമ്പാട്ടിനാണ്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. അവരാണ് ഇക്കുറി 7-ാം വാർഡിൽ മത്സരിപ്പിക്കാൻ ഒരു നീക്കം നടക്കുന്നത്. അതുപോലെ 10-ാം വാർഡിൽ നിന്ന് ഇക്കുറി മത്സരിക്കുന്നത് റോഷി ജോസ് ആയിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരമാണ് കോൺഗ്രസ് പറയുന്നത്. ഇങ്ങനൊരു പേര് സജീവമായി ചർച്ച വരുന്ന മുൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് റോഷി ജോസ്. അദ്ദേഹത്തെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. 11-ാം വാർഡിൽ ബിജു കുറ്റുമണ്ണിലിനെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അതുപോലെ കോൺഗ്രസിന്റെ മറ്റൊരു 12-ാം വാർഡ് സ്ഥാനാർത്ഥി ജോളി പതിയിലാണ്. 13-ാം വാർഡിൽ പ്രിൻസ് വെള്ളക്കടനെ മത്സരിപ്പിക്കാനാണ് അതേപോലെ നീക്കം നടക്കുന്നത്. ഇവരൊക്കെ പേരാണ് ഇപ്പോൾ ചർച്ച വരുന്നത്. 15-ാം വാർഡിൽ ധന്യ സുവർണനെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ അവരുടെ പേരാണ് സജീവമായ ചർച്ചയുള്ളത്. 16-ാം വാർഡിൽ ബിജു പയ്യാടക്കത്തിനെ മത്സരിപ്പിക്കാൻ, അതുപോലെ 17-ാം വാർഡിൽ ചെറുപുഴയിലെ INTC ചുവട്ടുതൊഴിലാളിയായ അനീഷ് ആന്റണി മത്സരിപ്പിക്കാനുള്ള ചർച്ചയുമാണ് ഇപ്പോൾ സജീവമാകുന്നത്. ഇനി 2-3 വാർഡിലെ പേര് കൂടി വരാനുണ്ട്. ഇവരുടെയൊക്കെ പേരായിരിക്കും ഏകദേശം അവസാനഘട്ട ചർച്ചയിൽ. ഇപ്പോൾ ഈ പറഞ്ഞ പേരുകളൊക്കെയാണുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടെയും നാളെ രാവിലെയോടെയൊക്കെ ഇതിന്റെ പൂർണ്ണരൂപം പുറത്തു വരും. ബിൽഡേഴ്സ് നിങ്ങളുടെ സ്വപ്ന വീടിന് വിശ്വസ്തമായ കൈത്താങ്ങ്. പിലാത്തറ മാതമംഗലം റോഡ്, ചെറുതാഴം ഹെഡ് ഓഫീസിന് സമീപം. 10 വർഷത്തെ വിശ്വാസം. നിലവാരം സ്ക്വയർ ഫീറ്റിന് 1650 മുതൽ. ആധുനിക രീതിയിലുള്ള വീടുകൾ. വീടിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി താക്കോൽ കൈമാറും. വാസ്തു പരിഗണിച്ച് തയ്യാറാക്കുന്ന പ്ലാനുകൾ 2 എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ സമയബന്ധിതമായി പൂർത്തീകരണം. പ്ലാൻ സൂപ്പർവിഷൻ സേവനങ്ങൾ. ഹോം ബിൽഡേഴ്സ് വിശാലമായ സൗകര്യത്തോടും വിശ്വാസത്തോടും കൂടി. കഴിഞ്ഞ 10 വർഷമായി കാക്കേഞ്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാർവണ ബിൽഡേഴ്സ് കുണ്ടന്തരത്തിനടുത്ത് സ്വന്തം കെട്ടിടത്തിൽ സ്കൈ ഹോം ബിൽഡേഴ്സ് എന്ന പേരിൽ വിശാലമായ സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.